നീ ആരെയാണ് വിളിക്കണേ? കുറെ നേരമല്ല. തെണ്ടി ഫോൺ എടുക്കുന്നില്ല. നീതനെ ഇനിയിപ്പോ എന്തിനാ അങ്ങോട്ട് പോണേ? വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും പോണം. ഓക്കെ. അടിച്ച് പൂക്കുറ്റിയായി കിടക്കുന്നുണ്ടാവും. എന്താ അല്ലേ ലൈഫ് തന്നെ. വാ. ഡാ, നീ അവനെ വിളിച്ചേ. ഇന്നലത്തെ ബാക്കി വല്ലതുണ്ടോ നോക്കട്ടെ. ഡാ, നീ അവനെ വിളിക്കടാ. നിങ്ങളുടെ കാര്യത്തിനാ വന്നേ, വേണമെങ്കിൽ വിളിച്ചോ. പറഞ്ഞാലും ഡാ, നീതാ നീതാ എഴുന്നേക്ക്. ഡാ നീതാ നീതാ ഡാ നീതാ ഡാ ജമാലേ ജമാലേ ഇങ്ങോട്ട് വാ. എന്താടാ നീതാ? എടാ നീതാ, എടാ ശ്വാസം. നീതാ 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 എന്തൊക്കെയുണ്ട്? നീ എന്നടാ വന്നേ? 2 മാസത്തെ കോൺട്രാക്ട് പണിയായിരുന്നു. അല്ല, നമ്മുടെ നെൽസച്ചായുള്ളത്? അതെ, നെൽസൺ തന്നെയാ. കല്ലറണ്ടിറങ്ങിയാണേ കൊറേ നേരായ ഗേറ്റിന്റെ അടുത്ത് ഒറ്റ നിപ്പ. ഇക്കാര്യയിൽ ആരും അവനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഏയ്, അപ്പച്ചന്റെ കല്ലറയല്ലേ? അയ്യോ, നീ അറിഞ്ഞില്ലേ? നെൽസന്റെ അനിയൻ പുള്ളി ഇന്നലെ എന്താ ചടങ്ങ്? അയ്യോ, അവനെ പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവൻ പുറത്ത് എവിടെ ഇല്ലായിരുന്നേ? എന്നാ പറ്റിയതാ? ആടാ, വെളിയിൽ തന്നെ ആയിരുന്നു. മണ്ണ അടിക്കാൻ സെന്റടിച്ചാ കൊണ്ടുവന്നു. പെട്ടിയിലേ അവന്റെ അമ്മച്ചടി ഒരു കരച്ചിൽ. എന്റെ ടിന്നോപ്പി നടക്കെത്ര വഴിയല്ലേ, നാട് മൊത്തം ഉണ്ടായിരുന്നേ. എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാ കേൾക്കുന്നത്. ഇനി നടക്കെത്ര വാട്ട് ഇതിനെ ചൊല്ലി എന്തൊക്കെ പുകിലാണ് അവ ഉണ്ടാകുന്നത്. പുകിലുണ്ടാക്കാൻ അവിടെ പാരള്ളേ? ആകെപ്പാടെ ആ വയസ്സായ അമ്മച്ചി, പിന്നെ ആ പാവം പിടിച്ച നെൽസച്ചായ മാത്രമല്ലേ ഉള്ളൂ. നെൽസന് നിന്റെ പ്രായക്കാർക്കാർക്കും അത്ര കിട്ടാൻ അറിയത്തില്ല. അവന് വെളി നട്ടി സ്വർണ്ണക്കെടുത്തു ഹവാലേക്ക് നാട്ടുകാര് പറയണേ. നാട്ടുകാര് പറഞ്ഞാട്ടോ, നമുക്കറിയാമല്ല. പണ്ടാരോ കൊടുത്തൊരു കൊട്ടേഷായിട്ട് നമ്മുടെ അനീഷില്ലേ, നമ്മുടെ മാരുടെ അനീഷ് ചെന്നൊന്നി നെൽസന്റെ വായിൽ കയറി വാടിയ ചീര പോലെ ഗേറ്റിന്മേ തലകുത്തനെ തൂക്കിയിട്ടിട്ടേ പത്രക്കാരും പോലീസിനെയും കൂട്ടി പാടത്തിന് പോസ് ചെയ്ത പുള്ളിയടാവൻ. ചുമത്തള്ളാതെ കപ്പിയാലേ. ആഹാ, എന്നാ നീ ചെന്ന് തന്നപ്പോളത്തിനോട് ചോദിക്കടാ. എടാ പോയതേപ്പോ കപ്പിയാലേ, കഴിഞ്ഞ ധ്യാനം നമ്മുടെ കൂടെ കൂടിയ നെൽസച്ചായനെ പറ്റിയാണ് ഈ പറയണേ. അതേടാ, ഇങ്ങനെയൊക്കെയാണെങ്കിലേ ഒരു കുടുംബം വെച്ച ജീവനാ. ഈ ചത്തുപോയി ചെറുക്കല്ലേ തലേ പറ്റണ നടന്നേ. തന്റെ അത്തപ്പൻ പുള്ളി ധ്യാനവും ഒക്കെ ആയിട്ട് അമ്മച്ചിയുടെ കൂടെ കൂടിയതാ. അതിന് ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടോ, വെളിച്ചം കണ്ടെന്നൊക്കെ. കിംബേട്ടാ നമുക്കറിയില്ല. ചുമ്മാതല്ല, നെൽസച്ചായ എന്ത് പറഞ്ഞാലും മേടയിലാരും ചൊറയുന്ന കഥ അല്ല. അവൻ വെളിനാട്ടിൽ എവിടെ കിടന്നല്ലേ ചത്ത്? ഇതിന് ഇയാൾ ഇവിടെ കിടന്ന് എന്ത് ചെയ്യാനാ? എടാ, അന്തിരൂപൻ നടക്കുമ്പോഴേ നെൽസൺ ജോസിനോട് നന്ദി പറയുന്നത് ഞാൻ കേട്ടതാ. ഇവിടെ എം എൽ എ ജോസ് ഇല്ലേ, എന്തിനാ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി കൊടുത്തേനെ? അതിലെന്തോ ഒരു പ്രശ്നം ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നീ എന്തൊക്കെയോ നടക്കാൻ പോവാന്ന്. നടക്കത്ര പാട്ടില് ചോരയാ പൊടിഞ്ഞേ. കൈവച്ചത് ആരാണെങ്കിലും മറുപടി പറയേണ്ടി വരും.
പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ പേര് ചെറിയ കല്ലുകടിയൊക്കെ ഉണ്ട്. ഡോക്ടർക്ക് അറിയാലോ, അവൻ അച്ഛൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടില്ല. അമ്മയാ പറഞ്ഞത് അവൻ്റെ ശരീരം കീറി മുറിക്കണ്ടെന്ന്. അതൊക്കെ നമുക്ക് ഒതുക്കാം, പ്രശ്നം അതൊന്നും അല്ല. പിന്നെ എടാ, ഞാൻ ബോഡി കണ്ടതാണല്ലോ, എനിക്ക് പിന്നെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതുകൊണ്ട് ഒന്നും തറപ്പിച്ച് പറയാനും വയ്യ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഒരു കൊലപാതക ശ്രമം നടന്നതായിട്ട് ബോഡി കണ്ടാൽ പറയില്ല. ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, അവരെന്താ പറയുന്നത് നോക്കാം. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചു. എനിക്കറിയണം എന്താ അവന് പറ്റിയതെന്ന്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി ഡോക്ടർ. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. Yeah, I'm on the way to the airport. Boss is coming. He needs some help. Yeah, I will call you back. Okay. Hi, Machana. ഹലോ ഓഫീസർ. Please do not smoke in the terminal building. Smoking is only permitted in the specified smoking areas. Thank you. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ പറ. ഫാമിലി ഇവിടെ ഉണ്ട്, അൽഹംദുലില്ലാ സുഖം. നീ വണ്ടി കയറി പറയാ. പണ്ടൊക്കെ നീ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടല്ലോ, ഇപ്പൊ തീരെ കാണാറില്ലല്ലോ, അതെന്താ? ഇപ്പോൾ ഓവർസീസ് ബിസിനസ് ഒന്നും ഇല്ലടാ. അച്ഛൻ മരിച്ച പിന്നെ ആ പല പ്രയാസമോ. അമ്മച്ചിയും പറഞ്ഞ നാട്ടിലുള്ള പരിപാടിയൊക്കെ മതിയെന്ന്. ഞാനും കരുതി അതൊക്കെ മതിയെന്ന്. നീ നിർത്തിയതോടെ ആ പോലീസ് ക്ലിയറൻസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ അതങ്ങ് തീർന്നു കിട്ടി. നമ്മുടെ പഴയ ടീമിൽ ഞാൻ മാത്രമല്ല ഒഴിഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാവരും ഇപ്പോഴും ഇവിടെ തന്നെ ഇല്ലേ? പിന്നെ നീ എവിടെ താമസം ഇപ്പോൾ? ഹോട്ടൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാ പിന്നെ അങ്ങോട്ട് പോ. ഓക്കെ. നീ പറ. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്തിയില്ല. പിന്നെ എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ബയോപ്സി എടുത്ത് ഞാൻ ടോക്സിക്കോളജി റിപ്പോർട്ടിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരാൻ ഒരു 14 days എടുക്കും. പിന്നെ പോലീസ് റെക്കോർഡ്സൊക്കെ ഞാൻ നോക്കി, അതിൽ വലിയ കോൺട്രഡിക്ഷൻസ് ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ നിനക്കറിയാലോ ഈ നാട്ടിലെ റൂൾസ്. ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യില്ല, എംബാം ചെയ്ത് നാട്ടിലേക്ക് വിടും. നിങ്ങളാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുമില്ല. അത് വിട്,
അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയണം. അതിനെൻ്റെ അനിയൻ്റെ ബോഡി കീറി മുറിച്ചിട്ട് കാര്യമില്ല. അവനുമായിട്ട് ഇടപഴകി എല്ലാവരും എനിക്ക് വേണം. അതറിയാൻ കൂടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. നീ എന്നോട് പറഞ്ഞാൽ ഞാനത് അന്വേഷിക്കില്ലേ? പോരാ, അതെനിക്ക് നേരിട്ട് തന്നെ അറിയണം. ശരി, എന്നാ നീ പറഞ്ഞോ, ആദ്യം അങ്ങോടാ. അവൻ ഒറ്റക്കാരും താമസമെന്നാണ് കേട്ടത്. എന്തായാലും ആരെങ്കിലുമൊക്കെ കൂടെ കാണാതിരിക്കില്ലല്ലോ. ഇല്ല, അത് ഞാൻ അന്വേഷിച്ചു. അടുത്തുള്ള റൂമിലും ബിൽഡിങ്ങിൻ്റെ നാത്തൂറൊക്കെ പറഞ്ഞതനുസരിച്ച് അവൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിച്ചിരുന്നത്. പിന്നെ അൺഒഫീഷ്യലായിട്ട് ഞാൻ ആ ഏരിയയിലെ CCTV ഫുട്ടേജൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. കൂടുള്ള പിള്ളേരൊക്കെ ആരാണാവോ? അവൻ്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാരുണ്ട്. മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ അവന്മാരാണ് കൂടെ ഉണ്ടായിരുന്നത്. നീ അവരോട് സംസാരിച്ചോ? ഇല്ല, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. നീ വരട്ടെന്ന് കരുതി. നമുക്കാദ്യം അവന്മാരോട് പോയി സംസാരിക്കാം. കണ്ടേക്കാം. ഞാൻ നെൽസൺ നാടക്കിൽ. നീ ഇതെൻ്റെ ബ്രദറാണ്. അറിയാം, ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിങ്ങൾ നാട്ടിലായിരുന്നില്ലേ? ആ, ഇന്നലെ എത്തി. എറിക്ക് അവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ അടുത്ത് തന്നെയാണ്. ജമാലെ പറ്റിയിട്ടുണ്ടാവും. നമുക്ക് അയാളെ കൂടി ഒന്ന് കാണണം. ജമാലിപ്പം എൻ്റെ കൂടെ അല്ല താമസം. അവൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എറിക്, നീ തന്നെ എൻ്റെ ബ്രദറാണെങ്കിൽ എനിക്ക് അവനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. അതറിയാൻ കൂടിയാണ് ഞാൻ വന്നത്. അപ്പോൾ എറിക്കിന് അറിയുന്നതൊക്കെ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം. അവനങ്ങനെ റെഗുലറായിട്ട് പണിക്കൊന്നും പോകാറില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും. എന്ത്? കുറച്ച് ദിവസം മുന്നേ ഒരു സീനുണ്ടായിരുന്നു. എടാ, ഇത് കയ്യിലിട്ടാണ് ചെയ്തത്. അത് വേറെ വല്ലതായിരിക്കും. ഒറ്റ കൊടുത്തിട്ട് മുങ്ങി അടക്കായിരുന്നല്ലടാ. ഞങ്ങളെ പോലീസിനെ വിട്ടുകൊടുത്തിട്ട് നീ ഇവിടെ കിടന്ന് വിലസാണല്ലടാ. നാട്ടിലാണെങ്കിൽ നീ തീർന്നേനാടാ പന്നി. കൈയെടുക്കാം. കഴുതകളെ, ഇത് നമ്മുടെ നാടൊന്നുമല്ല പബ്ലിക്കായിട്ട് അടികൂടാൻ. നീ വാ. അവനെ നമുക്ക് പൊക്കാടാ. നീ വാ. എന്താടാ ഈ സീൻ? ആരാ ഇവന്മാരൊക്കെ? അതൊന്നുമില്ലടാ, നാട്ടിലെ പിള്ളേരാ. നാട്ടിലുള്ള പിള്ളേർക്കൊക്കെ നിന്നോടെന്താ പ്രശ്നം? അതൊന്നുമില്ലടാ, ചീള കേസ്. നീ വരുന്നുണ്ടോ? ലാസ്റ്റ് നിങ്ങൾ തമ്മിൽ എന്നാ കണ്ടത്? മരിക്കുന്നതിൻ്റെ തലേദിവസം ഞങ്ങൾ ഒരുമിച്ച് കൂടിയതാ. അവനും ഞങ്ങളും കൂടെ ഒരു പാർട്ടിക്ക് പോയിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോയി. പക്ഷേ പിറ്റേ ദിവസം ഓഫീസിലെ ഫയലിൻ്റെ കാര്യത്തിന് അവനെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരിട്ട് പോയത്. അപ്പോഴാണ് കണ്ടത്. തലേ ദിവസം നിങ്ങൾ എവിടെയാണ് പോയത്? എന്നാ ക്ലാവറിട്ട്. ശേ, ഞാനല്ല പേയിട്ടത്. അല്ലയാ, ഞാൻ നാളെ വരുന്നില്ല. ഏതിന്? മറ്റേ സാറ്റർഡേ ലൈസയുടെ പരിപാടിക്ക്. ഓക്കെ, വരണ്ട. എന്നാലും എന്തോ വരാത്തെന്നൊക്കെ ചോദിച്ചോടാ എനിക്ക്. നീ അല്ലേ വരുന്നില്ല എന്ന് പറഞ്ഞ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കാൻ നിൽക്കണേ? കാരണം ചോദിച്ചോടാ, റീസൺ അറിയണ്ടേ? എന്താടാ കുട്ടാ നീ വരാത്തെ? അതെ, ഇതിലൊരു സംഭവം ഉണ്ടായി. ആ, രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഹായ്, എവിടെയായിരുന്നു? എന്താ മോനെ മൊത്തൊരു വാട്ടം? ഞാൻ എൻ്റെ റൂമിലൊന്ന് കയറി. നല്ല കട്ട പണിയെന്ന് തോന്നണു. നല്ല ക്ഷീണുണ്ടല്ലോ. കുടി കുടി. സൈറ്റ് നോക്കാൻ വിട്ടിട്ട് നീ അങ്ങോട്ടാ പോയേ? സൈറ്റ് അടിക്കാൻ പോയിട്ടുണ്ടാവും. ഞാൻ പോയില്ല, നാളെ പോ. നാളെ? എടാ, നീ ഈ റൂം വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമോ? എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച കൊടുത്ത ടാസ്കാ. അതിൻ്റെ ഒരു വിചാരമില്ല.
എന്താ കിറുകിറടിക്കണേ? എടാ നാൻസി ഇന്നും കലിപ്പാക്കി. ഒരാഴ്ച കഴിഞ്ഞില്ലേ നിനക്ക് പ്ലോട്ട് വരക്കാൻ തന്നിട്ട്? നീ എന്തായി കാണിക്കുന്നത്? എന്താടാ ഒന്ന് വരച്ചെടുത്തൂടെ? ആ അതെ, നീ ചെയ്തോളെന്ന് പറഞ്ഞോണ്ടാണല്ലോ ഇപ്പൊ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. ചിൽ മാൻ, നമുക്ക് സെറ്റാക്കാം. എടാ ആ നാൻസി ആണോ മറ്റേ നാൻസി? അത് വേറെ നാൻസി, ഇത് ഇവന്റെ നാൻസി. പോടെ തെണ്ടികളെ. നിനക്ക് നാളെ ഓഫല്ലേ? നമുക്ക് വിട്ടാലോ? ആ പോവാലോ. എങ്ങോട്ടാ? അല്ലേ വേണ്ട, മറ്റന്നാ ലിസയുടെ വീട്ടിലെ പരിപാടിയല്ലേ, അതിന് പോവാം. ഇവൻ വരുന്നതിന് മുന്നേ നീ എന്തോ പറയാൻ വരില്ലായിരുന്നോ? എടാ അതെ, അവള് ഹസ്ബൻഡൊക്കെ ആയിട്ട് താമസിക്കുന്നല്ലേ, ചുമ്മാ ഫോർമാലിറ്റിക്ക് പറഞ്ഞായിരിക്കും. ഇതിനൊക്കെ പോണ്ട കാര്യമുണ്ടോ? സാറ്റർഡേ ഈവനിങ് പോരും കേട്ടോ. വരുമ്പോ നീ ആ എറിക്കിനെയും നീതിനെയൊക്കെ കൂട്ടിക്കോ. അവന്മാര് വരുന്നില്ലെന്നാ പറഞ്ഞേ. എന്തായാലും അത് നിന്നെ ഏൽപ്പിക്കാണ്. ശരി അപ്പൊ. ശരിയടി, കൊണ്ടുവരാം. ആ ബാടാ, കയറി കയറി വാ വാ. ഭാഗത്തേക്ക് ഇരിക്കാം. ഇരിക്കെ. ലിസ എവിടെ? ലിസ ഇവിടെ അടുക്കളയുണ്ട്. എന്നാ അങ്ങോട്ട് പോവാ. എന്താണ് നിന്നേക്ക് ഫംഗ്ഷന് വിളിച്ച വരാൻ ഇത്ര മടി? ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് വന്നില്ലേ. നീ വരുമോ ഇല്ലയോ എന്ന് അറിയാതെ നിനക്ക് ഇഷ്ടപ്പെട്ട തൈര് സാധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഡേ, നിന്റെ ഫേവറേറ്റ് ഫുഡ് തൈര് സാദോ? കൊള്ളാലോ. പേര് ലിസ ചാക്കോന്ന് നോക്കണ്ട, അവളുണ്ടാക്കണ തൈര് സാധം കഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ അരി കുക്കറിലിട്ട് 3 വിസിലിട്ട് അടുപ്പിച്ചിട്ട് കുറച്ച് കട്ടിത്തൈരും കാച്ചിയ പാലും കുറച്ച് മറ്റേ കടുകും കറിവേപ്പിലയും ഇഞ്ചിയും ക്യാരറ്റും ഉഴുന്നിട്ട് കുഴച്ച് കഴിഞ്ഞതിൻ്റെ അളിയാ. വാടാ, ആ ഇരിക്കെ. എന്തൊക്കെയുണ്ട്? സുഖടാ, എന്തൊക്കെയുണ്ട്? നീ അത് ഇത്ര ലേറ്റ് ആയത്? ഏയ് ഒന്നുമില്ല. നീ ഇവിടെ ഉണ്ടായിട്ട് എന്താ നമ്മളോട് പറയുന്നത്? വളരെ മോശമായി പോയി കേട്ടാ. ഒന്നുമില്ലടാ, ബിസിനസിന്റെ ചെറിയ തിരക്കൊക്കെ ആയിട്ട്. സുഖല്ലടാ. എടാ ഇടയ്ക്ക് റൂമിലേക്ക് ഇറങ്ങാം, നമുക്ക് കൂടാം. കൂടാം, സമയമുണ്ടല്ലോ. നീ എന്തൊരാളാ? ആര്യൻ ഇവിടെ ഉണ്ടായിട്ട് നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ. ഓ, ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ തമ്മിൽ കാണാറുണ്ടെന്നാ. അല്ല, ഞാനും ലിസിയും കാണാറുണ്ട്. നിങ്ങളൊക്കെയാ കിട്ടാതെ. ഞങ്ങള് കുറെ കാലമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നിനക്കൊരു ദീക്ഷ അറിയോ? ആ അറിയാം. എന്നാ ഫുഡ് കഴിച്ചാലോ? കഴിക്കാം. നീതാ ആര്യ വാ. എടാ എടുത്തു തുടങ്ങിക്കോട്ടോ. ഇത് കഴിക്കേ, നല്ല സാധനമാണ്. പൊറോട്ട കഴിച്ചോട്ടോ, ആവശ്യത്തിനുണ്ട്. എടുത്തോളാം. എടാ കഴിക്കേ. തൈര് സാദം മെല്ലെ കഴിക്കടാ. എന്താടാ സീൻ? ആരായി ദീക്ഷ? ആരല്ലോടാ. നീ ഫ്രൈ എടുത്തില്ലേ? കഴിച്ചോ, ഇച്ചായനെ ഫേവറേറ്റാ. ജമാലെ അപ്പൊ ഇടയ്ക്കൊക്കെ ഇറങ്ങും കേട്ടോ. വരാം. നിങ്ങൾ എങ്ങനെ പോണേ? ഞങ്ങള് മെട്രോക്ക്. വേണ്ടടാ, കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ. എവിടാ താമസം? നീ നേരെ വിട്ടോ. ചേട്ടാ എനിക്കൊന്ന് ATM കയറണം, അർജന്റാ. ഞാൻ ഇവിടെ ഇറങ്ങാം. ജമാലെ നമുക്കിവിടെ ഇറങ്ങാം. എടാ എന്നാ ഞാൻ വരാം. എന്തിനാടാ, ആ വളവ് തിരിഞ്ഞ് എത്തിയില്ലേ, ഞാൻ ആക്കിയരാം. എടാ ഓക്കെ, നമുക്ക് കാണാം. ശരി. ഓക്കെടാ. നമ്മൾ ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് ലിസയുടെ വീട്ടിൽ കൂടിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഐ മീൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് സംശയമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. പാർട്ടിക്കിടെ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ആര്യൻ, അവനും നീതനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല.
എന്താ അതിൻ്റെ കാര്യം? അതിപ്പോൾ ഒരു ദീക്ഷ ആരാണെന്ന് ആര്യൻ നീതനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും അവൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡായി. ആരാ ദീക്ഷ? അറിയില്ല. ഞാനും ചോദിച്ചു, പക്ഷേ പറഞ്ഞില്ല. എന്നാ ഞാൻ പോവാം. ഈ ആര്യനെ കുറിച്ചൊന്നും അറിയില്ല, അന്വേഷിക്കാം. നമുക്ക് ആ പിള്ളേരെ പോയി ഒന്ന് പേടിപ്പിച്ചാലോ? പേടിപ്പിച്ചളയാം. നമുക്ക് ആ ജമാലിനെ കൂടെ പോയി ഒന്ന് കാണണം. ഓക്കെ. ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അവന്മാരുടെ സ്റ്റഫ് പരിപാടിയൊക്കെ എവിടെയാണ് നടക്കുന്നത്? റോളുണ്ടോടാ? ആ ഉണ്ട്. എത്ര വേണം? എനിക്കല്ല, ഇതായി ചേട്ടനാ. എന്താടാ പിള്ളേരെ, ഈ മൂക്കുപൊടിയൊക്കെ ഉള്ള കയ്യില്? ഇതൊക്കെ കൊടുത്താൽ വല്ലോ ആവൂ? കളിക്കുമ്പോൾ നല്ല റേഞ്ചിൽ കളിക്കണ്ടേ? സാറിന് വേണ്ടെങ്കിൽ ഏരിയ വിട്ടോ. ഞാൻ അവിടെ നിൽക്കുന്നു, അതാണ് എൻ്റെ ഏരിയ. ഇപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ. നീ ഇതെൻ്റെ ഏട്ടനാണ്. ഞാൻ ഈ പാൽപ്പാട വിറ്റ് നടക്കുന്നതിനിടയ്ക്ക് കയ്യാങ്കളിയാന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ ബാക്കെങ്ങാനുമാണ് അവൻ്റെ മരണമെങ്കിൽ രണ്ടിനെയും കത്തിച്ച് കവറ് കെട്ടി നാട്ടിക്കൊണ്ട് പതുപ്പത്തിൽ വയ്ക്കാൻ വയ്ക്കും. ഇനി നേൽ കാണാതെ ഇരിക്കാം. രണ്ടാളും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ മോനെ, റൂം മാറിയെന്ന് കേട്ടല്ലോ. കൂടെ ഉള്ളവരൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ലേ? റൂം? അയ്യോ അതല്ല, ഈ പറഞ്ഞ പോലീസ് ചൊറകള് അതുകൊണ്ടൊക്കെ മാറിയതാ ഏട്ടാ. ഞാൻ പോലീസ്, ഇവൻ അന്വേഷിക്കാൻ വന്നവൻ. നീ ഇപ്പോൾ റൂം മാറിയിട്ട് വല്ല കാര്യം ഉണ്ടായ? നീങ്ങിരി, ചോദിക്കട്ടെ. ഹൂയിസ് ആര്യൻ? ആര്യൻ കൂടെ പഠിച്ചതാ. ലാസ്റ്റ് അവനും ഉണ്ടായിരുന്നു പാർട്ടിക്ക്. ഈ ആര്യം മോനെ നമ്പർ ഉണ്ടോ അതില്? ആ ഉണ്ടല്ലോ. ആരാ ദീക്ഷ? ദീക്ഷ? അറിയില്ല. ഈ ആര്യനും നീതനും തമ്മിൽ എന്താ പ്രശ്നം? അവര് തമ്മിൽ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ആര്യനാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ ആര്യനാണ് ലാസ്റ്റിൽ അവനെ കൊണ്ടുവിട്ടത്. പിന്നെ ലിസയുടെ വീട്ടിലെ പരിപാടിക്ക് വരാൻ ഓന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതെന്താ കാരണം? അത് ഈ ഓൻ പറഞ്ഞില്ലേ? ഓൻ പറയാൻ വന്നപ്പോൾ ഞാൻ തമാശയാക്കി. പിന്നെ പറയാൻ ഞാൻ അയച്ചില്ല. ഈ ലിസയുടെ വീട് എവിടെയാ? ജമാൽ പറഞ്ഞല്ലോ നീ ഇതിന് പാർട്ടിക്ക് വരാൻ താല്പര്യമില്ലെന്ന്. അതെന്താ? താല്പര്യമില്ലാത്ത ഒരാളെ ഇതിനെ പാർട്ടിക്ക് വിളിക്കുന്നത്? നിങ്ങൾ നിർബന്ധിച്ച് വിളിച്ചെന്നാലോ ജമാൽ പറയുന്നത്? ഞാനും നീതനും കോളേജിൽ പഠിക്കുമ്പോൾ ഇഷ്ടത്തിലായിരുന്നു. പിന്നെ അവൻ്റെ കള്ളൂടി കാരണം എനിക്ക് അവനെ ഒഴിവാക്കേണ്ടി വന്നു. എല്ലാം അറിഞ്ഞിട്ട് തന്നെ ആൻഡ്രു എന്നെ കല്യാണം കഴിച്ചത്. ഞാനിവിടെ നല്ല സുഖമായി ജീവിക്കുന്നുവെന്ന് അവനെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ലൈക്ക് സ്വീറ്റ് റിവെഞ്ച്. അവനൊന്ന് മനസ്സിലാക്കാൻ മാത്രം. അവനിവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചാണ് ഇങ്ങനൊരു നിമിഷം. പക്ഷേ അവസാനം ഇങ്ങനൊരു ശരി, എന്താ ഞാൻ ഇറങ്ങട്ടെ. ഐ എം ആൻഡ്രു. ലിസ വരും എന്ന് പറഞ്ഞിരുന്നു. കാപ്പി കുടിച്ചായിരുന്നോ? വേണ്ട, പിന്നൊരിക്കലാവാം. ധൃതിയുണ്ട്. അപ്പൊ ശരി, പിന്നെ കാണാം. എന്തായി പോയിട്ട് ലിസനെ കണ്ടോ? കണ്ടു.
പക്ഷെ ഒരു എത്തും പിടി കിട്ടുന്നില്ല. ജമാൽ, എറിക്, ലിസ. രണ്ടുപേരോടുണ്ടല്ലോ, ദീക്ഷ, ആര്യൻ. പെണ്ണിൻ്റെ പിന്നാലെ പിന്നെ പോവാം. മറ്റവനെ എനിക്കറിയാം. അന്വേഷിച്ചപ്പോൾ ആളെ മനസ്സിലായി. നമ്മുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ടാൻസാനിയയിലേക്ക് ആളും കള്ളും കയറ്റി വിടുന്ന ഗുസ്താവോ ഗുയ്മറസിന്റെ വട്ടമേശ സൗഹൃദ സദസ്സിൽ മദ്യം വിളമ്പാന്ന ചിക്കന. ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ മെറ്റീരിയൽ സപ്ലൈ ആണ്. മടിയും നല്ല കനം കാണുമല്ലോ. അപ്പം അവൻ ആളൊരിത്തിരി മുറ്റ. നമുക്കൊന്ന് പദം വരുത്തിയെടുക്കേണ്ടി വരും. പദമല്ല, നമുക്ക് അവൻ്റെ പതക്കം തന്നെ കൊടുക്കാം. തട്ടി കൂട്ടി കയറ്റി നല്ലപോലെ ആദരിച്ചു വിടാം. നീ ഇങ്ങോട്ട് വന്നത് എങ്ങനെയൊന്നും നീ അറിഞ്ഞില്ലല്ലോ. ഇവിടുന്ന് പോകുന്നതും നീ അറിയില്ല. അതുകൊണ്ട് നീ എന്തിനാ എങ്ങനെയാ നീ ഇതിനെ കൊന്നതെന്ന് ഇങ്ങോട്ട് പറ. നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ നിന്റെ സുന്നത്ത് കല്യാണം വരെ ഞാൻ നടത്തും. നിങ്ങളത് പറയണേ. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല എങ്ങനെ മരിച്ചതെന്ന്. ആര്യൻ, സദൃശ്യവാക്യങ്ങൾ 19:5. പഴയ നിയമം. കള്ളസാക്ഷി പറഞ്ഞവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കള്ളം പറയുന്നവരാരും സ്വതന്ത്രരായിട്ടുമില്ല. അതുകൊണ്ട് നിനക്കറിയുന്നതെല്ലാം ഞങ്ങൾക്കറിയണം. അത് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇവിടെ തന്നെ കുഴികുത്തി മുഴണം. നിങ്ങൾ വിചാരിക്കുമ്പോൾ നില കാര്യങ്ങൾ ഞാനവരൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ പറ, ആരാ ദീക്ഷ? ദീക്ഷ ഞാനെല്ലാം പറയാം. കുറച്ച് ഇങ്ങോട്ട്. ചേഞ്ച്, വൺ മോർ ചേഞ്ച്. ഇല്ല, ഓർഡർ കിട്ടാതെ ചെക്ക് തരില്ല മജീദേ. പെട്ടെന്ന് നോക്കിയാക്ക്, വേറെ ആൾക്കാരുണ്ട്. ഒന്ന് തിരിഞ്ഞേ. ഫിറോസ്. ആര്യൻ. ഫിറോസ്, ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ. അങ്ങനെ പലരും വന്നു പോയിക്കൊണ്ടിരിക്കും. ദീക്ഷ, ഇനി അടുത്ത സൺഡേ. ഓക്കെ ഓക്കെ. കഴിഞ്ഞി. ഞാൻ ഈ നേരെ സ്റ്റുഡിയോയിലോട്ട് പോവാ. നീ അവരുടെ കൂടെ പോവല്ലേ? ശരി. എന്താ കാണണമെന്ന് പറഞ്ഞേ? അതിപ്പോ പറയടോ. ചിലപ്പോ പാളിപ്പോവാൻ ചാൻസ് ഉണ്ട്. ലവ്വാ? അല്ലെന്നല്ല, നമുക്ക് പരസ്പരം അറിയാലോ. അതിപ്പോ മാരേജ്. അതിപ്പോ നീ വളരെ ലേറ്റാക്കി കളഞ്ഞു. എന്നെ ആക്ച്വലി ഒരാൾ പ്രപ്പോസ് ചെയ്തു. ഞാനാണെങ്കിൽ ഓക്കെ പറഞ്ഞു. നിനക്ക് ആളെ കാണണ്ടേ? ഇവനെനിക്കറിയാം. ഞാൻ കോളേജ് കണ്ടിട്ട്. ആണോ? ഓൾ ദി ബെസ്റ്റ്. എന്താടാ നീ വെറുതെ സീനാക്കല്ലേ? ഇല്ല, ശരി എന്നാ നീ വിളിക്ക്, കാണാം. ഞാനെന്നതിനും കോളേജിൽ വെച്ച് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ ഉള്ളൂ. എനിക്കവനെ കൂടുതലൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവനിന്ന് രക്ഷപ്പെടുത്താനും പറ്റിയില്ല. അതിനു വേണ്ടി അവൻ അവരോടെന്താ ചെയ്തേ? ഹലോ ആര്യൻ. ദീക്ഷ, എന്തു നീ കരയാതെ കാര്യം പറ. നീ ഇപ്പൊ എവിടെയുള്ള? ഞാനിപ്പോ അങ്ങോട്ട് വരാം. നീ ഇങ്ങനെ ഇരിക്കാതെ കാര്യം എന്ന് വെച്ചാ പറ. നിനക്ക് നീ തന്നെ അറിയില്ലേ, കുറച്ചു നാളായിട്ട് ഞങ്ങള് റിലേഷൻഷിപ്പിലായിരുന്നു.
പോയിട്ട് ഞങ്ങളുടെ വീട്ടുകാരോട് പോയി കാര്യം പറയാന്ന് പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഒരു വിവരവും ഇല്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ അറിയില്ല എവിടെയാണെന്ന്. നീയല്ലേ എന്നവരെ ലാസ്റ്റ് കൊണ്ടുവിട്ടത്? എന്താണ് സംഭവിച്ചത്? എന്ന് പാർട്ടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവരെന്നല്ല ഇറങ്ങിപ്പോയി. നന്നായി. നിന്നെ ഞാൻ ഒറ്റയ്ക്ക് കാണാൻ കാത്തിരിക്കായിരുന്നു. എടാ എന്താ നിന്റെ പ്രശ്നം? അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. നിന്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. പോട്ടെ, നമുക്ക് 2 അടിച്ചാലോ? 2 അടിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നും ഈ ലോകത്തില്ലടാ. സാധനം വണ്ടിയിലുണ്ട്. നടുക്ക്. Cheers, man. ഞങ്ങളത് 2 അടിച്ചിട്ട് പിരിഞ്ഞത്. അന്നാണ് ഞാൻ അവസാനമായിട്ട് കാണുന്നത്. പിന്നെ അറിഞ്ഞ അവൻ്റെ മരണ വാർത്തയാ. നമുക്ക് ദീക്ഷ നേരിട്ട് കണ്ടാലോ? അതിന് അവളിവിടെ ഇല്ല, അവള് നാട്ടിൽ പോയി. നീ പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞതിൽ കള്ളത്തരമാണെങ്കിൽ സുവറേ, കലിമ ചൊല്ലാൻ പോലും നിന്റെ ബാക്കി വെക്കൂല. പിള്ളേരോട് അവനെ കൊണ്ട് വീട്ടിൽ വിടാൻ. അവനെ നമുക്ക് പൊക്കാടാ. സ്വീറ്റ് റിവെഞ്ച്. അവനൊന്ന് മനസ്സിലാക്കാൻ മാത്രം. ആര്യൻ അവനും നീതനും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല. ലാസ്റ്റ് ആര്യനാണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. ഞങ്ങളത് 2 അടിച്ചിട്ട് പിരിഞ്ഞത്. അന്നാണ് ഞാൻ അവസാനമായിട്ട് കാണുന്നത്. ഹലോ, പറയടാ, എന്തെങ്കിലും വിവരം കിട്ടിയോ? സീരിയസ്ലി? അങ്ങനെ ടോക്സിക്കോളജി റിപ്പോർട്ട് കിട്ടി. ഓ, എന്താ അതിൽ പറയുന്നേ? താങ്ക് യു. സെൻഡ് ഇറ്റ് ടു മീ ഇമ്മീഡിയറ്റ്ലി. ആളിവിടെ ഉണ്ട്, നമുക്കൊന്ന് പോയി കാണാം. നിങ്ങളിവിടെ ഇല്ല, നാട്ടിലാണെന്നാണല്ലോ ആര്യം പറഞ്ഞത്. അതെന്താ? ദീക്ഷ എന്താ ശരിക്കും സംഭവിച്ചത്? നിങ്ങളെ അനിയനെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു സ്റ്റേബിൾ സിറ്റുവേഷനിലല്ല. എല്ലാത്തിനും ഞാൻ ഒളിച്ചോടുകയാണ്. ആര്യൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ സംശയപുറത്ത് നിങ്ങൾ എന്നെയും വേട്ടയാടുന്ന എനിക്കറിയാം. പക്ഷെ ഒരാൾ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു. ദീക്ഷ, ജീവിതത്തോടെ അവസാനിച്ചൊന്ന് വിചാരിക്കണ്ട. നീതൻ ചെയ്തതിന് ഒന്നും പ്രായച്ചിത്തമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഏട്ടനെ പോലെ എപ്പം വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. We need to track one more, a couple. I will send you the details soon.
Yeah. I think we are on the right track. I need their complete history, especially their occupation. Yeah, I will be joining back soon. I will get these details officially once I am back. Let's keep this between us. This is highly confidential. Okay, I'll call you back. ഫോറൻസിക് നമ്മുടെ DK തന്നെ അല്ലേ ഇപ്പോഴും? അതെ, അവനൊരു 2 വർഷം മുമ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറി, ഇപ്പോൾ പ്രൈവറ്റാ. നമുക്കും അത് തന്നെയാ സുഖം. എന്നാ പോവാ. Morning, Mr. Kevin Daniel. DK, ഇതേതായി ടീം? ഒഫീഷ്യൽ ടീമൊന്നുമല്ല, കണ്ടിട്ട് പരിചയമില്ല. ഓ സോഡിയ, ചിലപ്പോൾ അലോൺസോ ബ്രദേഴ്സ് വിട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് എനിക്കുള്ള പണിയാണ്. ഇൻഷാ അല്ലാഹ് അവര് തന്നെ ആവണേ. ഇത് നിനക്കുള്ള പണിയാ. അംജദ് ബിലാലിന്റെ വാല് പിടിച്ചു വന്നത്. ഉണ്ട എണ്ണിരിക്കാത്ത പൊട്ടിക്കട. റൗണ്ട് ക്ലിയർ ആയി. ഗണ്ണെടുക്കുന്നില്ല. പകരം നീ ഡാൻസിന് മാർക്കിട്. നീ അംജദ് ബിലാലിനോട് പോയി പറ. ഹോ അയ്യോ, ഇവൻ എങ്ങനെ പറയും? ഇവൻ ഇവിടെ തീരില്ലേ? പടച്ചവനെ, ഇവന്റെ ഖബർ വിശാലമാക്കണേ. വെൽക്കം ബാക്ക് ബോസോ ആൻഡ് സോഡിയാക്. ഇറ്റ്സ് ബീൻ സോ ലോങ്. I admire your nerve. Montreal's hospital hijack case. South Zone മുഴുവൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത കേസാണ്. How did you do that, man? നോട്ട് അലോൺ. എലിസബത്ത് വെസ്റ്റ്വുഡ് ഗാങ് ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ സീനിയർ വാൾട്ടർ ഹെർണാണ്ടസ് അസൈൻ ചെയ്തുകൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഇപ്പൊ ഫോറൻസിക്കിൽ കൂടുതൽ ശ്രദ്ധ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെന്റ് വിട്ടത്. Anyway, you did a heck of a job, man. Let's cut the cheese. We need your help. ഹെൽപ്പോ? എന്തു പറ്റി? എനക്കിതൊന്നും ചേരാത്താണല്ലോ. കാര്യങ്ങൾ അത്രയ്ക്ക് സീരിയസ് ആണ്. എന്തായി കാര്യങ്ങള്? വല്ലതും അറിഞ്ഞോ? ഒന്നും അറിഞ്ഞില്ല. ഏതായാലും അവൻ പോയി. അവൻ്റെ ഓരോ കാര്യങ്ങളും കേട്ടു. ഇനി നിൽക്കുന്നില്ല. ഞാൻ നാട്ടിലോട്ട് മടങ്ങുക. അവന്റെ കാര്യം? ഈ ചായ ലിസ ഉണ്ടാക്കിയതാണോ? അതെ. ഇതെനിക്ക് തരുന്നതിന് മുമ്പ് എത്ര തവണ നീ ചൂടാക്കി?
മനസ്സിലായില്ല. ഇതുപോലെ എത്ര തവണ ചൂടാക്കി വിഷം നിറച്ചാടി നീ എൻ്റെ അനിയന് കൊടുത്തത്? നിങ്ങളത് പ്രാന്ത പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് ഞാൻ വ്യക്തമാക്കി തരാം നായിന്റെ പോലെ. നീ ഒന്നും ഒളിച്ചോക്കണ്ട, എല്ലാം ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ടോക്സിക്കോളജി റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് നിന്റെ നാടകമൊക്കെ മനസ്സിലായത്. ഇൻട്രസ്റ്റിംഗ്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അതിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷെ അതൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അത് ചത്തുപോകും. അരി, റൈസ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതിലൊരു ബാക്ടീരിയ ഉണ്ട്. അതിൻ്റെ പേരാണ് ബാസിലസ് സിറിയസ്. ഈ ബാക്ടീരിയ എത്ര ചൂടാക്കിയാലും ചാവില്ല. കാരണം അതിന് ഇത് സർവൈവ് ചെയ്യാനുള്ളൊരു ടെക്നിക്കുണ്ട്. അതിനാണ് സ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഐ വിൽ ഷോ യു സംതിങ്. ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ചൂട് കൂടുമ്പോൾ ഈ ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബാക്ടീരിയ ഒരു എഗ് പോലുള്ള ഒരു ഷേപ്പുള്ള ഒരു സ്പോർ എന്ന് പറയും, സ്പോറായിട്ട് മാറും. ഇത് എത്ര ചൂട് വേണമെങ്കിലും സർവൈവ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ എത്ര ചൂടാക്കിയിട്ടും കാര്യമില്ല, ദേ വിൽ സർവൈവ്. സ്പോർ ഫോർമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ടോക്സിൻ അഥവാ വിഷം അത് ഈ ഭക്ഷണത്തിലോട്ട് സെക്രീറ്റ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ ഭക്ഷണം മൊത്തം വിഷമായിരിക്കും. അതല്ലേ നമ്മളൊക്കെ സ്ഥിരം കഴിക്കുന്നത്? അതെ. പക്ഷെ സാധാരണ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഈ ടോക്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ പ്രശ്നം അവിടെ ഒന്നുമല്ല. ഇത് നമ്മൾ ബാക്കിയായി വരുന്ന ഭക്ഷണം നമ്മൾ എടുത്തു വെച്ചിട്ട് ആ സമയത്ത് ഈ സ്പോറിൻ്റെ ഉള്ളിൽ നിന്നും ബാക്ടീരിയ പുറത്തു വരും. പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആവും. 10 to 20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഒരു ബാക്ടീരിയ 2 ആവും. അപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 1 ബില്യൺ. ഈ മൾട്ടിപ്പിൾ ആണ സമയത്ത് ബാക്ടീരിയ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും ഭക്ഷണത്തിൽ. പ്രധാന പ്രശ്നം അവിടെ ഒന്നല്ല. ഇതേ ഭക്ഷണം നമ്മൾ ചൂടാക്കുമ്പോൾ അതിൽ ടോക്സിൻ്റെ അളവ് കൂടും. നമ്മളൊക്കെ സാധാരണ ഭക്ഷണം ചൂടാക്കി കഴിക്കാറുള്ളതല്ലേ, എന്നിട്ട് ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. കറക്റ്റ്. ഒരു പ്രാവശ്യമൊക്കെ ചൂടാക്കിയാലും അതിൻ്റെ ടോക്സിൻ്റെ അളവ് നമ്മളെ ശരീരത്തിന് ചെറുത്തിൽക്കാൻ പറ്റുന്ന അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതേ ഭക്ഷണം 3-4 പ്രാവശ്യം ചൂടാക്കിയാൽ പിന്നെ അത് വേറെ ലീഗ. ഈ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മരണം വരെ സംഭവിക്കാം. അതായത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഓടിച്ചേരുന്നുണ്ടല്ലോ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ നോക്കിയാൽ കാണാം. ലുക്ക് അറ്റ് ദിസ്. കേരളത്തിൽ തന്നെ ഒരുപാട് കേസുകൾ ഇതുമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച കുട്ടികളാണ് ആശുപത്രിയിലായത്. ഈ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ച കുടുംബത്തിന് ദേഹാസ്വസ്ഥ്യമുണ്ടായി. ഇന്നലെ രാത്രിയാണ് ഇവിടെ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സായിരുന്ന രശ്മിരാജ് എല്ലാ ഭക്ഷണ സാധനങ്ങളും ഭയങ്കര അവയവങ്ങൾക്കേറ്റ അണുബാധയാണ് മരണത്തിന് കാരണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു ദ റിപ്പോർട്ട്. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ അവൻ എന്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അറിയണം. പക്ഷേ ഐ സ്റ്റിൽ ഡൗട്ട്. സാധ്യതകൾ കുറവാണ്. ഏത് രീതിയിലാണെങ്കിലും കൊന്നതാണെങ്കിൽ അത് പുറത്തു വരും. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അവസാനമായി ഞങ്ങൾ ഒരാളെ കൂടി കണ്ടു. ആൻഡ്രൂ, നിങ്ങളെ വിളിപ്പിച്ചതൊരു കാര്യം അറിയാനാ. നീതന്റെ മരണകാരണം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീതം മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് തൊട്ടുള്ള നിങ്ങളുടെ വീട്ടിലെ CCTV ഫുട്ടേജ് ഞങ്ങൾക്ക് കിട്ടണം. ഇനി അതല്ല, നിയമത്തിൻ്റെ വഴി പോയിട്ടാണ് ആ CCTV ഫുട്ടേജ് ഞങ്ങൾ എടുക്കുന്നതെങ്കിൽ കാര്യങ്ങൾ വല്ലാതെ വഷളാവും. വീട്ടിൽ CCTV ഇരിക്കുന്നത് ഞാൻ കണ്ടതാ. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ തരാം. പക്ഷേ അതിലെന്താ ഉള്ളത്?
പറയുന്നതും കേട്ട് ഞങ്ങൾ അങ്ങനെ അങ്ങ് പോകുമെന്നാണ് വിചാരിച്ചത്. ലിസ, നീ എന്തായി കാണിച്ചത്? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാര്യം പറ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വെറും ഒരു പഴിയുടെ പുറത്തല്ല ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത്. അവൻ എന്നോട് എന്റെ കുടുംബത്തോട് ചെയ്ത് പൊറുക്കാനാവാത്ത തെറ്റാണ്. അവൻ എനിക്ക് വിശ്വസത്തിനായ ഒരു പങ്കാളിയായിരുന്നു. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ പറ്റി അന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. എന്റെ അച്ഛന്റെ ഹാർട്ടിന് ഓപ്പറേഷൻ വെച്ച് കാശ് എടുത്തിട്ട് അവനെ തെമ്മാടത്തരം കാണിച്ചത്. ആ ഒരു കോറിയും 10 രൂപ ലോറിയൊക്കെയുള്ള നടക്കൽ തറവാട്ടുകാർക്ക് ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതെനിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല. ഞാൻ കടന്നുപോയ സിറ്റുവേഷൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ പിടിച്ചിരുന്നു. ഈ മനുഷ്യന് വേണ്ടി എന്നെ അത്രത്തോളം മനസ്സിലാക്കിയിരുന്നു. ദീക്ഷ, ഹായ് ദീക്ഷ. ആകെപ്പാട് മെലിഞ്ഞു പോയല്ലോ. എന്താ? എന്ത് പറ്റി? എന്താ പറ്റിയേ? എടാ ഒന്ന് ചിരിക്ക്. എന്താ പറ്റിയേ? ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, നമുക്ക് സംസാരിക്കാം. വാ. എന്റെ പ്രിയ സുഹൃത്തിനെ അവൻ വഞ്ചിച്ചു. അങ്ങനെ എത്ര പേരെ? അവൻ മരിക്കേണ്ടവൻ തന്നെയാ. അങ്ങനെ ഞാൻ തീരുമാനം എടുത്തു. എനിക്കത് ചെയ്യേണ്ടി വന്നു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. അവൾ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അവനെക്കുറിച്ച് ഞാൻ കേട്ടൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. പക്ഷെ അവൻ മരിക്കേണ്ടവൻ തന്നെയാ. ഞാൻ എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതോടുകൂടെ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. നിങ്ങളെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതം വേണമെങ്കിൽ എനിക്ക് നശിപ്പിക്കാം. പക്ഷെ അവനത് അറിയിക്കുന്നു. ഞാൻ അത് മനസ്സിലാക്കുന്നു. റോമർ 12:17 ഒരു തിന്മയ്ക്ക് പകരമായി വേറൊരു തിന്മ ചെയ്യരുത്. എല്ലാവരുടെയും ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോ വെറുതെ വിടാൻ തീരുമാനിച്ചു. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കൂടി വന്നാൽ നമുക്ക് ആ പെണ്ണിനെ പിടിച്ച് ആദരാൻ പറ്റും. അതിൽ കൂടി നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കുടുംബം നശിച്ചു. ഇതിനേക്കാളും എന്തോരം പുറപ്പാട് നമ്മൾ കാണിച്ചിട്ടുള്ളോ അല്ലേ? അതെ. സാധനങ്ങളൊക്കെ എടുത്തില്ലേ? സാധനങ്ങൾ ആകെ ഒരു പെട്ടിയുള്ളായിരുന്നു. അത് ഇന്നലെ പ്രീച്ചക്കിന് കയറ്റി വിട്ടു. ബോസോ അവനോട് പറയുന്നുണ്ടോ? ഞാൻ അവനെ അറിയിച്ചോളാം. അപ്പോൾ ഇനി എന്നാ അടുത്ത വരവ്? വരണം. ഇതുപോലെ ആരെങ്കിലും വരുത്തിക്കോളും നമ്മളെ. നിങ്ങളെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവും. തീർച്ചയായും പ്രാർത്ഥിക്കണം ആൻഡ്രൂ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം. വെളിപ്പെടാതെ നിഗൂഢമായതൊന്നും തന്നെയില്ല. വരട്ടെ. ശരിയെന്നാ. മാലിക്, ഞാൻ വണ്ടി എടുത്തിട്ടില്ല. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? ആ. നീ ഇങ്ങനെ ഡിപ്രസ്ഡായി ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്നാൽ നമുക്ക് അവനെ തീർക്കാം.
എന്ത് ചെയ്താലും പിടിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. അത് അന്വേഷിച്ച് വരുന്ന അവർ ചെയ്യുന്നതായിരിക്കും. അയാളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. പിന്നെ പോലീസാണ് വരുന്നതിൽ ആ റിസ്ക് ഞാൻ ഏറ്റെടുത്തോളാം. തൈര് സാധനം തന്നിരിക്കുന്നു. തൈര് സാധം ആ വൃത്തിയുടെ തന്നെ ഫുഡ്. തൈര് സാധം അതും ശരിയാണ്. ആ CCTV അവിടുന്ന് മാറ്റണം. അത് വേണ്ട. Are you sure? Yes, I'm damn sure. ആൻഡ്രൂ, ലോകം മൊത്തം കാൽച്ചുവടിലെത്തിയെന്നുള്ള അഹംഭാവത്തിൽ ജീവിക്കുമ്പോഴും ഓർക്കുക, നിന്റെ ജീവൻ ഭിക്ഷയാണ്. നെൽസൺ തന്ന ഭിക്ഷ. ഒരുപക്ഷെ ബോസോ ആയിരുന്നെങ്കിൽ നിനക്ക് ഈ ഭിക്ഷ ലഭിക്കില്ലായിരുന്നു. DKയുടെ ലാബിൽ വെച്ച് നിന്നെ കണ്ടതും പോലീസ് റിപ്പോർട്ട് കൂട്ടി വായിക്കുകയും ചെയ്തപ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആൻഡ്രൂ, മാർക്കോസ് 11:24 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കും. ഇതോടുകൂടെ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.